ഹലോ ഗൈസ്, മുള്ളാത്ത കൊണ്ടൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വായൂ. മുള്ളാത്ത അഥവാ മുള്ളൻ ചക്ക ഫോർ സോപ്പ്. അത് നല്ല പഴുത്ത മുള്ളാത്തയാണ്. അതിൻ്റെ സ്കിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് വേണമെങ്കിലും കളയാം, അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്തിട്ട് കളയാം. ഇത് നടുക്ക് കൂനിയുണ്ട്, ചെറിയ ചക്കയുടെ ചുള പോലത്തെ ചെറിയ ചുളകളാണ്. അതിൻ്റെ ഉള്ളിൽ മുള്ളാത്തയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സാധനമാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക് ഒക്കെ. ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്ലാക്ക് സീഡ് കുരു നമ്മൾ എടുത്ത് മാറ്റണം. അത് കൊള്ളില്ല, അതിൻ്റെ കുരു അത്ര കൊള്ളില്ല. കുരു ഇല്ലാതെ അതിൻ്റെ ഉള്ളിലെ ആ ഫ്ലഷ് മാത്രം ചുളകൾ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ക്ഷീണം മാറ്റി പെട്ടെന്ന് എനർജി ഫീൽ ചെയ്യും. ഇത് ഞാൻ വെറുതെ തള്ളിയതൊന്നും അല്ല കേട്ടോ, തള്ളി മറിക്കുന്നതാണെന്ന് വിചാരിക്കേണ്ട. എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഉണ്ടാക്കി നോക്കുക. മുള്ളാത്ത കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക. അത് വാങ്ങിക്കാൻ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഓക്കെ. കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക. ഇവിടെ കാണിച്ചുള്ളൂ. ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ ഇടുന്നുണ്ട്, അത് കട്ടായിപ്പോയി. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. പിന്നെ കൂടാതെ കസ്റ്റാർഡ് പൗഡർ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ 1/2 കപ്പ് മിൽക്ക്, 1/2 കപ്പ് ഷുഗർ. അത് 1/2 കപ്പ് ഫുള്ള് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണ് ബാക്കി വരും. അത്രയും വേണ്ട, കാരണം ഫ്രൂട്ടിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് 1/2 കപ്പ് ഫുള്ള് വേണ്ട. 2 ടേബിൾ സ്പൂണ് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്യുക. ഇത് ഒരു അസിഡിക് ഫ്രൂട്ട് ആയതുകൊണ്ട് അസിഡിറ്റി ഉള്ളവർക്കും വെയിറ്റിലൊന്നും ഇത് കഴിക്കുന്നത് നല്ലതല്ല. അതാണ് ഇതിൻ്റെ ഡീമെറിറ്റ്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് നമ്മുടെ അടിച്ചെടുക്കുക. നമ്മുടെ മുള്ളാത്ത ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക സെറ്റാകാനായിട്ട്. മുള്ളാത്ത ഒരു അസിഡിക് ഫ്രൂട്ട് ആയതുകൊണ്ട് ഒരു ചെറിയ അസിഡിക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇനി ഇതാണ് എൻ്റെ സ്കൂപ്പർ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ മുള്ളാത്ത ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്, റെഡി ടു ഈറ്റ്. അനോന മ്യൂറിക്കേറ്റ എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഗ്രാവിയോള ഫ്രൂട്ട് എന്നും പറയും. ഈ ഐസ്ക്രീം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.